ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സിൻസിയർ ഹോം വേൾഡ്, എടപ്പാൾ റോഡ്, ചങ്ങരംകുളം. 7034201020. റേഹാൻ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ, തിരൂർ. എംപയർ കോളേജ് ഓഫ് സയൻസ്, കുറ്റിപ്പുറം. ഏഷ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, യുണൈറ്റഡ് കോംപ്ലക്സ്, മാറഞ്ചേരി. ഓൾസോ അറ്റ് ഏഷ്യൻ മാൾ, നടുവട്ടം, സിറ്റി സെന്റർ, കൂറ്റനാട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിദില്ലാഹ്. അമ്മാ ബഅദ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, വിശുദ്ധ റമളാനുൽ ഷരീഫ് നമ്മിലേക്ക് കടന്നു വന്നു. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പുണ്യങ്ങളുടെ പേമാരി പെയ്തിറങ്ങുന്ന പകലിരവുകളാണ് നമ്മിലേക്ക് എത്തിയിരിക്കുന്നത്. ജീവിതത്തെ സസൂക്ഷ്മം ഉപയോഗപ്പെടുത്തുവാനുള്ള ഓരോ നിമിഷങ്ങളും നമുക്ക് നാളേക്കുള്ള കരുതിവെപ്പുകളായി മാറ്റിയെടുക്കുവാനുള്ള സുന്ദര സമയങ്ങളാണ് റമളാൻ നമുക്ക് നൽകുന്നത്. റമളാനിൻ്റെ താൽപ്പര്യം ഒരു മനുഷ്യനെ രൂപപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തി, ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, വിശുദ്ധമായ ഖുർആനിൻ്റെ അവതരണമാണ് വിശുദ്ധ റമളാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഖുർആൻ അത് മനുഷ്യനെ നേർമാർഗത്തിലേക്കുള്ള മാറ്റത്തിന്, സഞ്ചാരത്തിന് അവനെ പാകപ്പെടുത്തുകയാണ്. അതുപോലെ സത്യ അസത്യങ്ങളിൽ നിന്നുള്ള, നന്മ തിന്മകളിൽ നിന്നുള്ള ഒരു നന്മയുടെ വഴികളെ കണ്ടെത്തി ജീവിതത്തെ പാകപ്പെടുത്തുവാനാണ് റമളാൻ മനുഷ്യനെ ചിട്ടപ്പെടുത്തുന്നത്. റമളാൻ എന്ന് പറയുന്നത് ഒരു പുതുമഴയാണ്. പുതുമഴ നമ്മുടെ ഭൂമിയിൽ സൃഷ്ടിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം. നമ്മൾ പരിശോധിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അതുവരെ കടുത്ത വേനലിൻ്റെ ചൂടിൻ്റെ കാഠിന്യത്തിൽ വരണ്ടുണങ്ങിക്കിടക്കുന്ന ഊഷരമായ ഭൂമിയിൽ ഒരു പുതുമഴ വർഷിക്കുമ്പോൾ അത് നനവുണ്ടാകുകയും ആ ഭൂമിയെ നല്ല പച്ചപ്പ് കൊണ്ട് അതിനെ കിളിർക്കുകയും കാണാൻ കണ്ണിന് കുളിർമയേകുന്ന രൂപത്തിൽ നല്ല പച്ചപ്പിൻ്റെ പുല്ലുപുഷ്പങ്ങൾ മുളക്കുകയും ചെയ്യുന്നു. അപ്പോൾ പുതുമഴ ഒരു നല്ല കാഴ്ചയെ, ഒരു പച്ചപ്പിനെ ഭൂമിയിൽ സംവിധാനിക്കുമ്പോൾ, അതുപോലെ തന്നെ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടിക്കിടക്കുന്ന വഴിയോരങ്ങളെ നമ്മൾ കാണുന്നു. അത് നല്ലതുപോലെ ദുർഗന്ധം വന്ന് നമുക്ക് യാത്രക്ക് പോലും കഴിയാത്ത വിധം നമ്മുടെ തെരുവുകൾ, നമ്മുടെ ഇടങ്ങൾ മാറുമ്പോൾ, ഒരു പുതുമഴ വർഷിക്കുമ്പോൾ അതുവരെ അസഹ്യമായ ദുർഗന്ധത്തോടുകൂടെ മലിനമായി കിടക്കുന്ന ഭൂമിയെ, നമ്മുടെ ഇടങ്ങളെ ആ കൊത്തിയൊലിച്ച് പെയ്തുകൊണ്ട ആ പേമാരി അതിനെ കഴുകി വൃത്തിയാക്കി മാലിന്യങ്ങളെ ഒഴുക്കിക്കളഞ്ഞ് ആ ഭൂമിയെ നല്ല രൂപത്തിലേക്ക് സംവിധാനിക്കുകയാണ്. എന്നതുപോലെ ഭൂമിയിൽ ഒരു പുതുമഴ സൃഷ്ടിക്കുന്ന അതിൻ്റെ ധർമ്മം ഇതാണെങ്കിൽ, എന്നതുപോലെ ഒരു പുതുമഴയാകുന്ന വിശുദ്ധമായ റമളാനുൽ ഷരീഫ് ഒരു വിശ്വാസിയിൽ സൃഷ്ടിക്കേണ്ടത് അവൻ്റെ ഊഷരമായി കിടക്കുന്ന ആ ആരാധനകൾ കുറഞ്ഞ്, നന്മകൾ കുറഞ്ഞ് തിന്മകളിലേക്ക് ചാഞ്ചാടി നിൽക്കുന്ന അവൻ്റെ ഹൃദയത്തെ, ഇരുണ്ട് കിടക്കുന്ന അല്ലെങ്കിൽ വരണ്ട് കിടക്കുന്ന അവൻ്റെ ഹൃദയഭൂമിയെ റമളാനാകുന്ന പുതുമഴ വർഷിക്കുമ്പോൾ അത് അവനെ നന്മ തിളർക്കുന്ന, അതുപോലെ നല്ല മനസ്സുകളെ രൂപപ്പെടുത്തുന്ന, മനുഷ്യത്വത്തെ രൂപപ്പെടുത്തുന്ന രൂപത്തിലേക്ക് അവൻ്റെ മനസ്സിനൊരു പച്ചപ്പിലേക്ക് കൊണ്ടുപോകണം. തിന്മകളിൽ നിന്ന് മാറിയുള്ളൊരു ജീവിതം സംവിധാനിക്കണം. അതുപോലെ തന്നെ മലിനമായി കിടക്കുന്ന തെരുവുകളെ പുതുമഴ ശുദ്ധിയാക്കുന്നത് പോലെ തെറ്റുകളെ കൊണ്ട് മനസ്സ് നിറഞ്ഞു കിടക്കുന്ന, അശുദ്ധമായി കിടക്കുന്ന
അവൻ്റെ മനസ്സിലേക്ക് റമളാനാകുന്ന പുതുമഴ വർഷിക്കുമ്പോൾ ആ തെറ്റുകൾ അത് കഴുകിക്കളഞ്ഞ് അവനെ നല്ല ചിന്തകളും ആരാധന സമ്പുഷ്ടമായ ഒരു മനസ്സിനെയും രൂപപ്പെടുത്താൻ, അതുകൊണ്ട് സുഗന്ധപൂരിതമായ ഒരു ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാൻ റമളാൻ അവൻ്റെ ജീവിതത്തിൽ സംവിധാനിക്കേണ്ടതുണ്ട്. ഈ രൂപത്തിൽ ഈ രണ്ട് ധർമ്മങ്ങൾ റമളാൻ നമ്മിൽ സംവിധാനിക്കുമ്പോൾ, മാറ്റമുണ്ടാക്കുമ്പോഴാണ് നമുക്ക് റമളാനിൻ്റെ ധർമ്മം, റമളാൻ നമ്മിൽ പൂർണ്ണമാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പോൾ വിശുദ്ധ റമളാൻ നമ്മെ ഒരു മനുഷ്യനായി രൂപപ്പെടുത്തേണ്ടതുണ്ട്. ഈ ഒരു നല്ല ചിന്തയിലേക്ക് നമ്മെ മാറ്റണം. ഹസൻ ബസരി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു കാര്യം കാണാം. അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഓരോ ദിവസവും നമ്മൾ നേരം വെളുത്ത് പുലരുമ്പോൾ കിടക്കയിൽ നിന്ന് നമ്മുടെ ഉറക്കം ഉണർന്ന് നാം എഴുന്നേൽക്കുമ്പോൾ ഓരോ ദിവസവും നമ്മോട് വിളിച്ചു പറയുന്നൊരു കാര്യം, ഹസൻ ബസരി റളിയല്ലാഹു അൻഹു പറയുന്ന ഈ ഒരു കാര്യം നമ്മൾ നന്നായി ചിന്തിക്കേണ്ടതുണ്ട്. മാമിൻ യൗമി യൻഷഖു ഫജ്റുഹു ഇല്ലാ വയുനാദി മുനാദിൻ ഫിസ്സമാ. ആകാശത്തിൽ നിന്നൊരു അശരീരി വരികയാണ്. ഓരോ ദിവസവും സൂര്യൻ ഉദിക്കുന്ന ഓരോ ദിവസവും അത് നമ്മെ ഉണർത്തിക്കൊണ്ടിരിക്കുകയാണ്. യബ്ന ആദം, ഓ മനുഷ്യ, നമ്മെ തട്ടി ഉണർത്തി പറയുന്നത് അന യൗമുൻ ജദീദ്, ഇന്ന് ഞാൻ ഒരു പുതിയ ദിവസമാണ്. അതുകൊണ്ട് തന്നെ വഅലാ അമലിക ഷഹീദ്, ഓരോ ദിവസവും പുതിയ പുതിയ ഓരോ ദിവസങ്ങളായിട്ടാണ് ഞാൻ നിന്നിൽ ഉണ്ടാകുന്നത്, പ്രത്യക്ഷപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വഅലാ അമലിക ഷഹീദ്, നീ ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തോ അതിന് ഓരോന്നിൻ്റെ മേൽ ഞാൻ സാക്ഷിയാണ്, ഞാൻ സാക്ഷി നിൽക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ ഫഅ്തനിം മിന്നീ, നീ എന്നെ പരിഗണിച്ചേ പറ്റൂ. നീ എന്ത് ഈ ദുനിയാവിൽ നിൻ്റെ ജീവിതത്തിൽ നീ എന്തൊക്കെ ചെയ്ത ഓരോ കാര്യങ്ങളും ഞാൻ നാളെ നിൻ്റെ സൃഷ്ടാവിൻ്റെ മുന്നിൽ സാക്ഷി പറയും, അത് ഞാൻ സാക്ഷിയായിരിക്കും. അതുകൊണ്ട് തന്നെ ഫഅ്തനിം മിന്നീ, നീ എന്നെ പരിഗണിക്കണം. നിനക്ക് നല്ല സാക്ഷിത്വത്തിന് എന്നെ നീ പാകപ്പെടുത്തണം, നീ എന്നെ പരിഗണിച്ചേ പറ്റൂ. കാരണം ഫഇന്നീ ലാ അഊദു ഇലാ യൗമിൽ ഖിയാമ, തീർച്ചയായും ഓരോ ദിവസവും നിന്നിലേക്ക് ഇനി മടങ്ങി വരികയില്ല. ഓരോ ദിവസവും നിനക്ക് കഴിഞ്ഞു പോകുമ്പോൾ അത് നിൻ്റെ നഷ്ടങ്ങളാണ്, അത് നിന്നിലേക്ക് തിരിച്ചു വരില്ല. അതുകൊണ്ട് തന്നെ നഷ്ടപ്പെട്ടു പോകുന്നതിനെ നിനക്ക് തെറ്റായി, നിനക്കെതിരായി ഒരിക്കലും സാക്ഷി വരാത്ത രൂപത്തിൽ ഓരോ ദിവസത്തെയും നീ നിമിഷങ്ങളെയും നിൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെ നീ തിരിച്ചറിഞ്ഞുകൊണ്ട് സംവിധാനിക്കണം, അതിന് ഉപയോഗപ്പെടുത്തണം എന്ന് ഓരോ ദിവസവും നാം പായയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ, ഉണക്കമുണരുമ്പോൾ ആ ദിവസം നമ്മോട് വിളിച്ചു പറഞ്ഞ് നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ നമുക്ക് നന്മയുടെ സാക്ഷിത്വങ്ങളായി നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളെയും രൂപപ്പെടുത്താൻ, അതിന് പാകപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതാണ് നമുക്ക് റമളാൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. വിശുദ്ധ റമളാൻ നമുക്ക് നൽകുന്ന കാര്യങ്ങൾ ഒരു പ്രധാനപ്പെട്ട ഒരു ജീവിതത്തെ പാകപ്പെടുത്തുകയാണ്, നമുക്കൊരു ചിട്ട നമുക്ക് സംവിധാനിക്കുകയാണ് റമളാൻ ചെയ്യുന്നത്. നോക്കൂ നിങ്ങൾ, രണ്ട് കാര്യങ്ങളാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒന്ന് അവൻ്റെ ഭക്ഷണം, ആ ഭക്ഷണത്തിന് വേണ്ടിയാണല്ലോ അവൻ അധ്വാനിക്കുന്നതും കാര്യങ്ങളൊക്കെയും, അതവൻ്റെ ജീവിതത്തിൽ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ അവൻ്റെ കുടുംബജീവിതം, അവൻ്റെ ദാമ്പത്യ ജീവിതം, ഈ മനുഷ്യന് ഒഴിച്ചുകൂടാനാവാത്ത ഈ രണ്ട് കാര്യങ്ങളെ നോമ്പിലൂടെ, വിശുദ്ധ റമളാനിലെ നോമ്പിലൂടെ മാറ്റിവെക്കാൻ അള്ളാഹു സൃഷ്ടാവ് നമ്മോട് കൽപ്പിക്കുകയാണ്. അതൊരു ജീവിതത്തെ നമുക്ക് പരിചയപ്പെടുത്തുകയും ചിട്ടപ്പെടുത്തുവാനുള്ള ഒരു പരിശീലനമായി നമുക്ക് നൽകുന്നു. നമുക്കറിയാം, നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഈ രണ്ട് കാര്യം അള്ളാഹുവിൻ്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തി. ഉസ്കുൻ അൻത വ സൗജുക വ കുലാ മിൻഹാ റാദ, ആദം നബി അലൈഹിസ്സലാമിനോട് പറയുകയാണ് വിശുദ്ധ ഖുർആൻ, ഉസ്കുൻ അൻത വ സൗജുക വ കുലാ മിൻഹാ റാദ, നിങ്ങൾ ഈ സ്വർഗത്തിൽ നിങ്ങളും നിങ്ങളുടെ ഇണയും ജീവിക്കുകയും നിങ്ങളതിൽ നിന്ന് ഇഷ്ടം പോലെ നിങ്ങൾ മതിവരുവോളം ഭക്ഷിക്കുകയും ചെയ്യുക. അപ്പോൾ നമ്മുടെ ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ അത്യാവശ്യമാണ്, നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. അതുപോലെ തന്നെ നമ്മുടെ ദാമ്പത്യ ജീവിതം, വലഖദ് കറംനാ ബനി ആദം വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹരി വറസഖ്നാഹും മിനത് ത്വയ്യിബാത്ത്. ഈ രണ്ട് കാര്യങ്ങളാണ് ഈ ഖുർആൻ ഈ ആയത്തുകളിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്. നിങ്ങളെ മനുഷ്യരെ നമ്മൾ ബഹുമാനിച്ചിരിക്കുന്നു, നമ്മളെ കരയും കടലിലൂടെയും നമ്മളവരെ സഞ്ചരിപ്പിക്കുന്നു, അവർക്ക് നല്ലതിൽ നിന്ന് അവർക്ക് ഭക്ഷിക്കുവാൻ അവർക്ക് നമ്മൾ സംവിധാനിച്ചിരിക്കുന്നു എന്ന് ഖുർആൻ പറയുമ്പോൾ നമ്മുടെ ഭക്ഷണവും
അതുപോലെ തന്നെ നമ്മുടെ ദാമ്പത്യ ജീവിത ചുറ്റുപാടുകൾ, ഇത് ഒഴിച്ചുകൂടാനാവാത്ത ആ പ്രധാനപ്പെട്ട അവൻ്റെ ശരീരത്തിന് താല്പര്യമുള്ള ഈ രണ്ട് കാര്യങ്ങളെ മാറ്റിവെക്കാൻ നോമ്പ് നമ്മെ പറയുമ്പോൾ അതൊരു പുതിയ ജീവിതത്തെ നമുക്ക് ചിട്ടപ്പെടുത്താൻ രൂപപ്പെടുത്തിയെടുക്കുവാൻ നോമ്പിലൂടെ നമ്മെ പാകപ്പെടുത്തുകയാണ്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കും ഇത് ഒരു കടുത്ത കൈയാണോ ഇങ്ങനെ മാറ്റിവെക്കാൻ പറയുന്നത്. അപ്പോൾ നമ്മെ ഖുർആൻ സമാധാനിപ്പിക്കുന്നു. നിങ്ങളോട് മാത്രമല്ല, ഇത് നിങ്ങൾക്ക് മുന്ന് കഴിഞ്ഞു പോയ ആളുകളോടും പറഞ്ഞതാണ്. യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കുമുസ്സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും. നിങ്ങൾക്ക് മാത്രമുള്ളൊരു നിർദ്ദേശമല്ല, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകളോടും ഇത് കൽപ്പിക്കപ്പെട്ട നിർബന്ധമായൊരു കൽപ്പനയായിരുന്നു എന്ന്. കാരണം നമുക്കറിയാം, ഒരു മനുഷ്യൻ്റെ മനസ്സ് എന്ന് പറഞ്ഞാൽ ഒരു ആശ്വാസം കിട്ടുന്നത് എപ്പോഴാണ്? നമുക്ക് ഉണ്ടാകുന്നൊരു വിഷമം മറ്റുള്ളവനും ഉണ്ടാകും. അത് അങ്ങനെ സ്വീകരിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു മനസ്സ് നല്ലതാണെന്നല്ല പറയുന്നത്, മനുഷ്യൻ്റെ ഒരു വൈകല്യമാണത്. വീട്ടിൽ കറണ്ട് പോയാൽ നമ്മളപ്പോൾ ഉടനെ പോയി നോക്കുക അടുത്ത വീട്ടിൽ കറണ്ട് ഉണ്ടോ ഇല്ലേ എന്നാണ്. അവിടെയും കറണ്ട് ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ആശ്വാസമാണ്, അവിടെയും പോയിട്ടുണ്ടല്ലോ എന്നത്. അപ്പോൾ എനിക്കുണ്ടായ ദുഃഖം അവനും ഉണ്ടാകുമ്പോൾ എനിക്ക് സമാധാനം എന്നത് ഒരു മനുഷ്യൻ്റെ ഒരു ഉണ്ടാകാൻ പാടില്ലാത്ത ചിന്തയാണ്. എന്നാലും ദുർബലമായ മനുഷ്യൻ നമുക്ക് മറ്റുള്ളവർക്ക് കൽപ്പിക്കപ്പെട്ട മറ്റുള്ളവരോടുകൂടി കൽപ്പിക്കപ്പെട്ടതായിരുന്നു ഈ നോമ്പും ഈ ഒഴിച്ചു വെക്കാൻ പറഞ്ഞതുമൊക്കെ എന്ന് പറയുമ്പോൾ ഈ ആയത്തിലൂടെ അള്ളാഹു നമ്മെ ഒരു സമാധാനിപ്പിക്കുന്നത് അതാണ്. അങ്ങനെ നമ്മെ ഒരു ജീവിതത്തിനൊരു പുതുജീവിതത്തെ ചിട്ടപ്പെടുത്തുകയാണ് ഈ നോമ്പിലൂടെ. നമുക്കറിയാം, ഇമാം മാവറദി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, ഇസ്ലാമിക ആരാധനകൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ചാന്ദ്രികമായ കണക്കനുസരിച്ചുകൊണ്ടാണ്. അപ്പോൾ എല്ലാ കാലത്തും നോമ്പ് എന്നത് കടന്നു വരും. നല്ല ഉഷ്ണകാലത്തും നോമ്പുണ്ട്, നമ്മുടെ ശൈത്യകാലത്തും നോമ്പ് കടന്നു വരും. ഇങ്ങനെ എല്ലാ കാലങ്ങളിലും നോമ്പ് ആരാധന, ഇസ്ലാമിക ആരാധനകൾ ഇങ്ങനെ മാറി മാറി വരികയാണ്. മറ്റ് മതങ്ങളിലെ ആരാധനകൾ നോക്കുമ്പോൾ പ്രത്യേകമായ ഒരു സമയത്ത് മാത്രമായിരിക്കും. അപ്പോൾ ഞാൻ പറയുന്നത്, മനുഷ്യനെ എല്ലാ കാലത്തും നോമ്പെടുക്കാനും ഇബാദത്തെടുക്കുവാനും പാകപ്പെടുത്തി എല്ലാ കാലത്തേക്കും ഇണങ്ങിച്ചേരുന്ന രൂപത്തിലേക്ക് മനുഷ്യനെ ചിട്ടപ്പെടുത്തുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞ, വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞ നമ്മുടെ ഈ റമളാൻ നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ പുണ്യമേറി നിൽക്കുന്ന, ശ്രേഷ്ഠമായി നിൽക്കുന്ന ഈ റമളാൻ എന്ന് പറയുന്നത് ഒരു വല്ലാത്ത പുണ്യങ്ങളുടെ മഴ വർഷിക്കുന്ന രൂപത്തിൽ, പേമാരി പെയ്തിറങ്ങുന്ന രൂപത്തിലാണ് നമുക്ക് സംവിധാനിച്ചിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, ലൗ തഅല്ലമ ഉമ്മത്തി മാഫി റമളാന ലതമന്നൗ അൻ തകൂന സനത്തു കുല്ലുഹാ റമളാൻ. എൻ്റെ ഉമ്മത്തെങ്ങാനും റമളാനിലെ പുണ്യങ്ങൾ, അതിലെ ശ്രേഷ്ഠതകളെ, മഹത്വങ്ങളെ അറിഞ്ഞിരുന്നുവെങ്കിൽ, അവർ യഥാർത്ഥ രൂപത്തിൽ അതിനെ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, ലതമന്നൗ അൻ തകൂന സനത്തു കുല്ലുഹാ റമളാൻ, എല്ലാ വർഷം മുഴുവൻ റമളാനായിരുന്നെങ്കിൽ എന്നവരാഗ്രഹിക്കുമായിരുന്നു. ഒരു മാസത്തിൽ മാത്രം ഇത് ഒതുങ്ങി നിൽക്കാതെ എല്ലാ കാലത്തും നോമ്പും റമളാനും അതിൻ്റെ പുണ്യങ്ങളായ ദിവസങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചു പോകുമായിരുന്നു. അത്രമാത്രം വർണ്ണനാതീതമായി വിവരിക്കാൻ കഴിയാത്ത രൂപത്തിൽ ഈ മാസത്തിൻ്റെ മഹത്വത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വിശാലമായി നമ്മൾ പറഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങളേറെയാണ്. ചുരുക്കുകയാണ്, സലാഹു ദഅവാത്തിൻ ലാ തുറദ്ദു, 3 പ്രാർത്ഥനകൾ അത് തട്ടപ്പെടുകയില്ല, അത് മാറ്റി നിർത്തപ്പെടുകയില്ല. ദഅവത്തുൽ വാലിദി, 1 മാതാപിതാക്കളുടെ പ്രാർത്ഥന, മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, അതിന് ഉത്തരം ലഭിക്കും. അതുപോലെ ദഅവത്തു സ്വാഇമി, നോമ്പുകാരൻ്റെ പ്രാർത്ഥനയും, അതുപോലെ ദഅവത്തുൽ മുസാഫിരി, യാത്രക്കാരൻ്റെ പ്രാർത്ഥനയും ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അപ്പോൾ നോമ്പുകാരൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്, അതിന് ശ്രേഷ്ഠതയുണ്ട്. അതുപോലെ തന്നെ കാണാം, അന്ന തസ്ബീഹത്തൻ വാഹിദത്ത്, ഒരു തസ്ബീഹ് ഫീ ഷഹ്രി റമളാൻ മാസത്തിലുള്ള ഒരു തസ്ബീഹ്, ഒരു വാക്കുച്ചരിച്ചാൽ, ഒരു തസ്ബീഹ് ചൊല്ലിയാൽ, അഫ്ളലു മിൻ അൽഫി തസ്ബീഹത്തിൻ ഫീ ഗൈരിഹി, മറ്റു മാസങ്ങളിൽ, റമളാൻ അല്ലാത്ത മറ്റു മാസങ്ങളിൽ 1000 തസ്ബീഹ് ഉച്ചരിക്കുന്ന സുബ്ഹാനല്ലാഹ് എന്ന് ഒരാൾ റമളാൻ മാസത്തിൽ ഉച്ചരിച്ചാൽ, ഉരുവിട്ടാൽ, റമളാൻ അല്ലാത്ത മറ്റു മാസങ്ങളിൽ 1000 സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലുന്നതിൻ്റെ മഹത്വമാണ് റമളാനിലെ ഒരൊറ്റ പ്രാവശ്യം ചൊല്ലുന്നതിന് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമുക്ക് കാണാം, ഖത്താദ റളിയല്ലാഹു അൻഹു പറയുകയാണ്,
മല്ലം യുഗ്ഫർ ലഹു ഫി ഷഹ്രി റമദാന ഫലം യുഗ്ഫർ ലഹു ഫി ഗൈരിഹി. റമദാൻ മാസത്തിൽ ഒരാൾക്ക് പുറത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ മറ്റു മാസങ്ങളിൽ അവന് പുറത്ത് കിട്ടില്ല എന്നുറപ്പാണ്. എന്ന് പറഞ്ഞാൽ റമദാൻ ദോഷം പൊറുപ്പിക്കപ്പെടാനും അവൻ്റെ ആരാധനകൾക്ക് ശ്രേഷ്ഠമായ പ്രതിഫലങ്ങൾ ലഭിക്കുവാനും ഇങ്ങനെ പുണ്യങ്ങൾ പെയ്തിറങ്ങുന്ന ഒരു ദിനരാത്രങ്ങൾ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ അത് നമുക്ക് ഒരു നീക്കിയിരിപ്പിൻ്റെ ഒരു കരുതിവെപ്പിൻ്റെ സമയങ്ങളായി നമുക്ക് ലഭിക്കുമ്പോൾ അത് ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കുക എന്നതാണ് വിശുദ്ധ റമദാനിൽ നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് തന്നെ റമദാനിലെ പ്രത്യേകമായ ഈ സമയങ്ങളെ അതിൻ്റെ മഹത്വത്തോടുകൂടെ തന്നെ കണ്ട് ആദരിക്കേണ്ട രൂപത്തിൽ അതിനാദരിക്കുകയും അതിനൊരിക്കലും ജീവിതത്തിൽ നഷ്ടപ്പെടുന്ന രൂപത്തിൽ അതിനെ കാണാതെ മാറ്റി നിർത്തപ്പെടാതെ നമുക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിലേക്ക് അതിനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കേണ്ടതുണ്ട്. അതിന് പരിശ്രമിക്കുന്ന മനസ്സും ജീവിതവുമായി രൂപപ്പെടുത്താൻ നമുക്ക് സാധിക്കട്ടെ. വാഹിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.